അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാം ഷൗക്കാനി റളിയല്ലാഹു അൻഹു പറയാണ്, മിൻ അക്സരിൽ അദ്കാരി അജ്ബറൻ വഅളമഹ ജസാഅൻ. നാം ധാരാളം ദിക്ർ ചൊല്ലുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്, തസ്ബീഹ് ചൊല്ലുന്നവരാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. പക്ഷേ ആ നാം ചൊല്ലുന്ന ദിക്റിലും നാം ചൊല്ലുന്ന എല്ലാ ഔറാദുകളിലും ഏറ്റവും മഹത്വമുള്ളതും ഏറെ ഉപകാരം കിട്ടുന്ന സമയം ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുകയാണ്. അൽ അദിയ്യത്തു സാബിതത്തു ഫി സ്വബാഹി വൽ മസാഇ. ഏത് സമയത്ത് ദിക്ർ ചൊല്ലിയാലും കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്, അതിൻ്റെതായ മഹത്വങ്ങൾ തീർച്ചയായും കിട്ടും. പക്ഷേ എല്ലാ സമയങ്ങളും ഒരുപോലെയല്ലല്ലോ. പക്ഷേ ഒരു മനുഷ്യൻ അവൻ്റെ രാവിലെ സുബഹിൻ്റെ സമയത്ത്, സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ സുബഹിൻ്റെ നിസ്കാരത്തിന് മുമ്പുള്ള രാവിലെ സുബഹിൻ്റെ വക്തിലുള്ള ദുആകൾക്കും ദിക്റുകൾക്കും തസ്ബീഹുകൾക്കും ഖുർആനോത്തിനും വലിയ മഹത്വമുണ്ട്. അതേപോലെ തന്നെ മഗ്രിബിൻ്റെ മുമ്പും മഗ്രിബിൻ്റെ സമയത്തും ചൊല്ലുന്ന ദിക്റുകൾക്കും ഇബാദത്തുകൾക്കും വലിയ മഹത്വമുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫഇന്ന ഫീഹാ മിനൻ നഫ്ഇ വദ്ദഫ്ഇ. ഈ സമയങ്ങളിലാണ് ധാരാളം മഹത്വങ്ങളും ബറക്കത്തുകളൊക്കെയും അള്ളാഹു ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഫഅലാ മൻ അഹബ്ബ സലാമത മിനൽ ആഫാതി ഫിദ്ദുനിയ വൽ ഫൗസ് ബിൽ ഖൈർ. ഒരു മനുഷ്യൻ ദുന്യവിയായ എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും ദീനപരമായ എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും ആഖിറത്തിന്റെ വിജയം ലക്ഷ്യം വെച്ച് ഒരാൾ ദുആർക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ദിക്ർ ചൊല്ലാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ സമയങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചു കൊള്ളട്ടെ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷൗക്കാനി റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. നാം ധാരാളം ദിക്ർ ചൊല്ലുന്നവരാണെങ്കിലും ഈ സമയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടെ ഉപയോഗപ്പെടുത്താൻ നാം നോക്കണം. പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. സുബഹിൻ്റെ സമയമോ മഗ്രിബിൻ്റെ സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. നഷ്ടപ്പെടാതെ അത് വളരെ ഗൗരവത്തോടു കൂടെ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം നോക്കണം. നാം മാത്രമല്ല, നമ്മളെ വീട്ടുകാരെ, നമ്മുടെ കുടുംബക്കാരെ, നമ്മളെ ഭാര്യ മക്കളെ ആ സമയത്തൊക്കെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ആ സമയത്ത് നാം ദിക്റിലായി, ഖുർആനോത്തിലായി, തസ്ബീഹിലായി ആ നല്ല സമയം ഉപയോഗിക്കുന്നവരാകണം. വലിയ ബറക്കത്തുള്ള സമയമാണെന്നല്ലേ ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ ബറക്കത്തുള്ള സമയത്തിലല്ലേ നാം ധാരാളം ഇബാദത്ത് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ സമയം വളരെ ഗൗരവത്തോടു കൂടെ, പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലൊക്കെ വലിയ ബറക്കത്തുണ്ടാകണമെങ്കിൽ ഈ സമയം നാം സജീവമാകണം. അല്ലാഹുവിൻ്റെ ഇബാദത്തുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.